അല്ലാഹു തആല പറയാ, ഒരുപാട് പാർട്ട്ണർമാരുണ്ടായിരിക്കാം പലരുടെയും ബിസിനസ്സിൽ, കൂട്ടുകെട്ടുകളിൽ, പല ഇതിലും പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം, ശരീക്കുകൾ ഉണ്ടാകും. പക്ഷേ ആ ശരീക്കുകളിൽ വെച്ച് ഏറ്റവും മുതലാളിയായ ശരീക്കാണ് ഞാൻ. എനിക്ക് എന്റെ പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യം തന്നെയല്ല. അല്ലാഹു തആല പറയാം, പാർട്ട്ണർഷിപ്പ് ഉണ്ടാവില്ലേ, 5% 10% കൂറ് കൂടുന്നില്ലേ? അള്ളാഹ് പറയും, എന്റെ കൂറ് എനിക്ക് വേണ്ട. നീ നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട അമല്, മാതാപിതാക്കളെ നോക്കുന്നുണ്ട്, അത് അള്ളാഹു കണ്ടാൽ മതി, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അത് മതി, എവിടെ നിർത്ത്. പിന്നെ കൂടെ നാട്ടിലും കൂടെ അറിയട്ടെ, ഞാൻ സെൽഫ് ഇടട്ടെ, ഉമ്മാനുമാപ്പനെ ഹജ്ജിന് കൊണ്ടുപോയിന്ന് അറിയട്ടെ, അവരെ ഉംറക്ക് കൊണ്ടുപോയിന്ന് കാണട്ടെ, അവർക്ക് ഇത് ചെയ്തു കൊടുത്തു എന്ന് കാണട്ടെ. എന്തിന്? നിങ്ങൾ ചെയ്യുന്ന അമല് അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ എന്തിനെ വേറെ ആളെ കാണിക്കേണ്ട കാര്യം? നിങ്ങൾ ദാനം ചെയ്യുന്നു, അള്ളാഹു കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധം മനുഷ്യന് മതിയായില്ല, ഇത് വേറെ ആരെങ്കിലും കാണണം എന്നതിന്റെ കൂടെ അവൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹു തആല പറയും, എന്റെ ഷെയർ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട. അതാണ്, ഞാൻ ഷെയർ ഹോൾഡേഴ്സിൽ മുതലാളിയായ ഷെയർ ഹോൾഡറാണ്, എന്റെ ഷെയർ ഞാൻ ഒഴിവാക്കുന്നു. അള്ളാഹു തആല പറയാം, എനിക്കത് വേണ്ട, എന്റെ കൂടെ എടുത്തോട്ടെ, ഞാൻ മുതലാളിയാണ്. അള്ളാഹു പറയാം, ആ പാർട്ട്ണർഷിപ്പ് എനിക്ക് വേണ്ട. ഇതിനാണ് റിയാഇനെയാണ് അശ്ശിർക്കുൽ ഖഫീ എന്ന് പറയുന്നത്. ഷിർക്കുൽ ഖഫീ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാതെ വേറെ പടച്ചവന്മാരുണ്ട് എന്ന ഷിർക്ക് മുസ്ലിമാരും ചെയ്യുന്നു, എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അള്ളാഹു അല്ലാതെ വേറെ പടച്ചോന്റെ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടെന്നൊരു മുസ്ലിം വിശ്വസിക്കോ? വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ മുസ്ലിമും അല്ല. പക്ഷേ നമുക്ക് വന്നു പോകാൻ സാധ്യതയുള്ള ഒരു ശിർക്കുണ്ട്. അതാണ് റിയാ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിയാ തങ്ങൾ പറഞ്ഞു, ഞാൻ പേടിക്കുകയാണ്, അഖ്ഫാ മിനൻ നംലത്തി സൗദാ അല സുഖറത്തി സമ്മ ഫിൽ ലൈലത്തി ളൽമ. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറ സങ്കല്പിക്കുക. നല്ല ഇരുട്ടുള്ള രാത്രിയാണ്. ഇത് അഖ്റജേദഹു ലം യഖദി യറാഹ. സ്വന്തം കൈകൾ നീട്ടിയ പോലും കൈ കാണൂല, അങ്ങനത്തെ ഇരുട്ട്. സങ്കല്പിക്കാൻ പറ്റൂലേ? ലൈറ്റ് ഓഫ് ആക്കണം, സങ്കല്പിച്ചു. അങ്ങനത്തെ ഒരു ഇരുട്ടിൽ കറുത്ത ഒരു പാറ, അതിലൊരു വൈറ്റ് ലൈൻസ് ഡിസൈൻ പോലുമല്ലോ, കറുത്ത പാറയാണ്. സങ്കല്പിച്ചൂടെ? ഇരുട്ട്, അതിൻ്റെ ഉള്ളിൽ കറുത്തൊരു പാറ. നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്. അവിടെ ഒരു കറുത്ത ഉറുമ്പ് ആ പാറപ്പുറത്തുണ്ട്. ടോർച്ചുമില്ല, വെളിച്ചമില്ല, മെഴുതിരില്ല, ലൈറ്റുമില്ല. കാണാൻ പറ്റുമോ? ഇതുപോലെ കാണാൻ പറ്റാത്തതാണ് റിയാ എന്ന് പറഞ്ഞ ശിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തന്നെ അറിയില്ല നമുക്കിതുണ്ടോ എന്ന്. പേടിക്കണം.